പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പഠന പരമ്പര 1-ാം ദിവസം. 2025 സാധാരണ ജൂബിലിയുടെ സ്ഥാപനവേള അതാണല്ലോ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എഴുത്ത്. ഈ ഒരു കാര്യമാണ് 25 ദിവസങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന ഏറ്റവും മനോഹരമായ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ വിചിന്തനം ചെയ്യുക. പ്രത്യാശയാണ്. ഈ എഴുത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധ പിതാവ് നൽകുന്നൊരു ആശംസയുണ്ട്. അതിങ്ങനെയാണ്: പ്രത്യാശ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. റോമിലെ മെത്രാനും ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് 2025 ജൂബിലി പ്രഖ്യാപനത്തിനുള്ള തൻ്റെ സന്ദേശം ആരംഭിക്കുന്നത്. അതിൻ്റെ 1-ാം നമ്പറാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക, പഠന വിഷയമാക്കുക. ഈ സന്ദേശത്തിൻ്റെ അടിസ്ഥാന വാക്യമെന്ന് പറയുന്നത് റോമാക്കാർ 5-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. ഈ സന്ദേശത്തിൻ്റെയും വരാനിരിക്കുന്ന ജൂബിലിയുടെയും കേന്ദ്രബിന്ദുവായ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമായിലെ ക്രിസ്ത്യാനികൾക്ക് നൽകിയ മർമ്മപ്രധാനമായ വാക്യം: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്താത്ത വിളിയാണ് എന്നും ഈ ജൂബിലി കാലഘട്ടത്തിൽ ഈ പ്രത്യാശ എന്തായിരിക്കണമെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവപ്പെടുന്നുവെന്നും നമുക്ക് ആഴത്തിൽ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജൂബിലിയുടെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് ഈശോയാണ് പ്രത്യാശയുടെ കവാടം എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വർഷത്തെ ജൂബിലിക്ക് പ്രത്യാശയെ അടിസ്ഥാനപരമായി സ്വീകരിച്ചത്? അതിന് 1-2 കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ജൂബിലിയുടെ പാരമ്പര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. എല്ലാ 25 വർഷത്തിലും സഭ ആഘോഷിക്കുന്ന വിശുദ്ധ വത്സരമാണ് ജൂബിലി. അതത് കാലഘട്ടത്തിലെ പരിശുദ്ധ പിതാക്കന്മാർ, മാർപ്പാപ്പമാർ ആ ജൂബിലി വർഷം പ്രഖ്യാപിക്കുകയും അതിനെക്കുറിച്ചുള്ള എഴുത്തിലൂടെ എന്താണ് ആ ജൂബിലി വർഷത്തിൽ സഭ ആഗ്രഹിക്കുന്നത്, ക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പരിശുദ്ധ പിതാവിലൂടെ ദൈവജനത്തിന് വെളിപ്പെടുത്തി കിട്ടുകയുമാണ് ചെയ്യുക. ഓരോ ജൂബിലിക്കും ഒരു ലക്ഷ്യമുണ്ട്. ഈ ജൂബിലിയുടെ ലക്ഷ്യമായിട്ട് കാണുന്നത് ജൂബിലി വെറും ആഘോഷമായിട്ടല്ല, മറിച്ച് കർത്താവായ ഈശോ മിശിഹായുമായുള്ള യഥാർത്ഥവും വ്യക്തിപരവുമായ ഒരു കണ്ടുമുട്ടലിനുള്ള അവസരമായിട്ടാണ് ഈ ജൂബിലിയെ കാണേണ്ടതെന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈശോയുടെ സ്ഥാനം, മാർപ്പാപ്പയുടെ സന്ദേശം ക്രിസ്തുവിലാണ് പ്രത്യാശ കണ്ടെത്തുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുക. അതായത് ഈശോ നമ്മുടെ രക്ഷയുടെ കവാടമാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങളുടെ വെളിച്ചത്തിലും അവിടുന്നാണ് നമ്മുടെ പ്രത്യാശ എന്ന് 1 തിമോത്തി 1:1 വെളിച്ചത്തിലും പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. ഈശോയാണ് നമ്മുടെ രക്ഷയുടെ കവാടം, അവിടുന്നാണ് നമ്മുടെ പ്രത്യാശ. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ജൂബിലിയുടെ പ്രത്യാശയുടെ കവാടത്തിലേക്ക് കടന്നു വരാനുള്ള ക്ഷണം സ്വീകരിച്ചവരും വിളിക്കപ്പെട്ടവരുമാണ് നാം ഓരോരുത്തരും. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഈ ദിവസം ഉണ്ടാകുമ്പോൾ, ഈ ജൂബിലിയുടെ വലിയ ആഘോഷത്തിൻ്റെ സമാപന ദിനങ്ങളിലേക്ക് നമ്മളായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത് ഈ ജൂബിലി ആഘോഷിക്കാൻ വിളിക്കപ്പെട്ട 2 തരത്തിലാണ്. ഒന്ന്, റോമിലേക്ക് യാത്ര ചെയ്യുന്നവർ, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നഗരത്തിൽ എത്തിച്ചേരുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരെയാണ് ഈ പ്രത്യേകമായി വിളിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുക, അല്ലെങ്കിൽ 1-ാം ഗണമെന്ന് പറയുക. 2-ാം ഗണമെന്ന് പറയുന്നത് പ്രാദേശിക സഭകളിൽ ജൂബിലി ആഘോഷിക്കുന്നവരാണ്. റോമിലെത്താൻ സാധിക്കാത്തവർ, എന്നാൽ തങ്ങളുടെ പ്രാദേശിക സഭകളിൽ വിശുദ്ധവാരം, അതായത് ജൂബിലി ആഘോഷിക്കുന്നവരാണ്.
അങ്ങനെ പ്രാദേശിക സഭയിൽ ആഘോഷിക്കുന്നവർ തങ്ങളുടെ സഭയിൽ വിശുദ്ധ വത്സരം ആഘോഷിക്കുവാനായിട്ടാണ് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുക. റോമിലേക്ക് എത്തുന്നവർ, അതുപോലെ തന്നെ സ്വന്തം പ്രാദേശിക സഭകളിൽ ഈ ജൂബിലി ആഘോഷിക്കുന്നവരെങ്കിൽ വിശുദ്ധ വത്സരം ആഘോഷിക്കുന്നവർ. സഭയുടെ ദൗത്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ലോകത്തോട് പ്രഘോഷിക്കേണ്ടതും ഈശോ എന്ന പ്രത്യാശയാണ്. നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത്, സഭയുടെ ദൗത്യമെന്ന് പറയുന്നത് ലോകത്തോട് പ്രത്യാശയായ ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. തുറന്നു വരുന്ന ഭാഗങ്ങളിൽ പ്രത്യാശയുടെ മനുഷ്യസഹജമായ ഒരു ഭാവത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. പ്രത്യാശ ഒരു ദൈവശാസ്ത്രപരമായ സൽഗുണമാണ് എങ്കിലും അത് നമ്മുടെ സാധാരണ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുകൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് പ്രത്യാശയുടെ നിർവചനം നമ്മൾ കാണുകയാണ്. പ്രത്യാശ എന്നാൽ കേവലം ഒരു തത്വമല്ല എന്നും അത് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു അനുഭവമാണ് എന്നുള്ളതുമാണ് ഒന്നാമതായിട്ട് പറയുക. ഇത് നല്ല കാര്യങ്ങൾക്കായുള്ള പ്രതീക്ഷയും ദാഹവുമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന നല്ല കാര്യങ്ങൾക്കായുള്ള ഒരു പ്രതീക്ഷയും ദാഹത്തിനെയുമാണ് പ്രത്യാശ എന്ന് ഇവിടെ നിർവചിച്ചിരിക്കുക. അവിടെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ കൂടി കാണിച്ചു തരികയാണ് പരിശുദ്ധ പിതാവ്. ഹൃദയത്തിലുണ്ടെങ്കിലും അതിനെ മറികടന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന നന്മയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ് പ്രത്യാശ എന്ന് പറയുന്നുണ്ട്. പല അനിശ്ചിതത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഒരു പ്രതീക്ഷയാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ട ഒരു പ്രതീക്ഷയും ദാഹവുമാണെന്ന് പറയുമ്പോഴും ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഭാവിയിൽ സംഭവിക്കാനുള്ള നന്മയ്ക്കായുള്ളൊരു കാത്തിരിപ്പാണ് പ്രത്യാശ എന്ന് പറയുക. അതുകൊണ്ടൊരു തത്വമല്ല, ഒരു ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു അനുഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് പ്രത്യാശ നിർവചനം. രണ്ടാമത്തെ ഒരു ഭാവം എന്ന് പറയുന്നത് വികാരങ്ങളുടെ ഒരു സംഘർഷമാണ്. ഭാവിയിലെ അനിശ്ചിതത്വത്തെക്കുറിച്ച് മനുഷ്യ ഹൃദയത്തിൽ പരസ്പര വിരുദ്ധമായ വികാരങ്ങൾ ഉണർത്തുന്നുണ്ട്. അത് ഉണർന്നു വരും. ഈ വൈരുദ്ധ്യങ്ങളെ മറികടക്കാനുള്ള ശക്തി പ്രത്യാശ നൽകുന്നു എന്ന് ഈ എഴുത്ത് സൂചിപ്പിക്കുകയാണ്. മനുഷ്യഹൃദയത്തിൽ പരസ്പര വിരുദ്ധമായ വികാരങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം അവൻ അനുദിന ജീവിതത്തെ നേരിടുമ്പോൾ ഹൃദയത്തിൽ പ്രത്യാശയുടെ അനുഭവം ഉണ്ടാകുമ്പോഴും ഈ പരസ്പര വിരുദ്ധമായ വികാരങ്ങളുടെ സംഘർഷം, ഒരു അനിശ്ചിതത്വം മനുഷ്യഹൃദയത്തിലുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഈ വൈരുദ്ധ്യങ്ങളെ മറികടക്കാനുള്ള ശക്തിയാണ് പ്രത്യാശ നൽകുന്നത്. അതിന് പരിശുദ്ധ പിതാവ് പറയുന്ന ഒരു നിഷാദാത്മകമായ ഒരു ഭാവത്തിന് നമ്മൾ പരിശീലിക്കേണ്ട ഒരു പ്രത്യാശയുടെ മറുപടി എന്താണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ എഴുത്തിലൂടെ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാകുമ്പോൾ അത് നിഷേധാത്മകമായൊരു ഭാവമാണ്. എന്നാൽ ആ ഭയത്തിന് നമ്മൾ കൊടുക്കേണ്ടത് ഉറച്ച വിശ്വാസമാണ്. അതായത് പ്രത്യാശയുടെ മറുപടി എന്ന് പറയുന്നത് ഉറച്ച വിശ്വാസം. അത് ഈശോയിലുള്ള, ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. ഭയമുണ്ടാകുമ്പോൾ ഉറച്ച വിശ്വാസം നമ്മൾ മറുപടിയായിട്ട് നമ്മൾ രൂപീകരിച്ചെടുക്കണം. 2, ആകുലതയുണ്ടാകുമ്പോൾ, അസ്വസ്ഥതയുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശാന്തത എന്ന പ്രത്യാശയുടെ മറുപടി സ്വന്തമാക്കണം. 3, സന്ദേഹം അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്ന നിഷേധാത്മകമായ കാര്യം നമ്മൾ ജീവിതത്തിൽ മുൻപിൽ വരുമ്പോൾ ഉറച്ച ബോധ്യം എന്ന പ്രത്യാശയുടെ മറുപടി കൊണ്ട് നമ്മളതിനെ അതിജീവിക്കണമെന്ന് പറയുക. ഭയമുണ്ടാകുമ്പോൾ ഉറച്ച വിശ്വാസം, ആകുലതയുണ്ടാകുമ്പോൾ ശാന്തത, സംശയമുണ്ടാകുമ്പോൾ ഉറച്ച ബോധ്യം എന്നിവയിലൂടെ പ്രത്യാശയിലേക്ക് വളരാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. നാം ഈ വികാരങ്ങളുടെ സംഘർഷത്തിൽ വലിച്ചെറിയപ്പെട്ടേക്കാം. എന്നാൽ ഈശോയിലുള്ള പ്രത്യാശ നമ്മെ ശാന്തതയിലേക്ക് നയിക്കും. അതാണ് പരിശുദ്ധ പിതാവ് പറയുക. 3, ഒരു നിരാശയുടെ യാഥാർത്ഥ്യമുണ്ട്. പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോഴും നിരാശയുടെ യാഥാർത്ഥ്യം നമ്മളവിടെ കാണുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ചില വ്യക്തികൾ
ഈ സംഘർഷങ്ങളിൽ തളർന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട് നിഷേധാത്മക മനോഭാവമുള്ളവരായി മാറുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ പരസ്പര വിരുദ്ധമായ വികാരങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരിക സ്വാഭാവികമാണ്. ഭയവും ആകുലതയും സംശയമൊക്കെ വരും. ഇങ്ങനെ സംഘർഷങ്ങളുണ്ടാകുമ്പോൾ തളർന്ന് പ്രത്യാശ നഷ്ടപ്പെട്ടവർ നിഷേധാത്മകമായ മനോഭാവമുള്ളവരായി മാറുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അവർ ദോഷൈക ദൃക്കുകളും ഉന്മേഷരഹിതരുമായി തീരുന്നു. അതുപോലെ തന്നെ അവർ ഒന്നും തങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നില്ല എന്നവർ കരുതുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നമ്മെ തന്നെ പരിശോധിക്കാനുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് പ്രത്യാശ നഷ്ടപ്പെട്ടവർ നിഷേധാത്മ മനോഭാവമുള്ളവരായി മാറുന്നു. അവരെക്കുറിച്ച് കാണുന്ന കാര്യമാണ്. ഒന്നൊരു ദോഷൈക ദൃക്കുകളായിരിക്കും, 2 ഉന്മേഷരഹിതരായിത്തീരുന്നു, 3 ഒന്നും തങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നില്ല എന്നവർ കരുതിയാണ്. അവർ നിരാശയുടെ യാഥാർത്ഥ്യത്തിലേക്ക് നിന്നും അല്ലെങ്കിൽ അതിൻ്റെ പടുകുഴിയിലേക്ക് പോവുകയാണ്, നിരാശയുടെ പടുകുഴിയിലോട്ട് പോവുകയാണ്. എന്നാൽ ഈ നിരാശയുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മളെ വിളിച്ചുണർത്തുന്നതാണ് ജൂബിലി എന്ന് പറയുന്നത്. നിരാശയുടെ ചില സന്ദർഭങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ ഒന്ന് പിടിച്ചുയർത്തുന്ന, വിളിച്ചുയർത്തുന്ന, കൈപിടിച്ചു കയറ്റുന്ന സമയമാണ് ജൂബിലി. പ്രത്യാശ നവീകരണത്തിനുള്ള ക്ഷണം കൂടിയാണ്. വിശുദ്ധപിതാവ് വീണ്ടും പറയുകയാണ്, പ്രത്യാശ എന്ന് പറയുന്നത് നവീകരണത്തിനുള്ള ക്ഷണമാണ്. ഈ ജൂബിലി അത്തരമൊരു നിഷേധാത്മകതയിൽ നിന്നും നമ്മെ വിളിച്ചുണർത്തുമെന്ന് സൂചിപ്പിച്ചു. അതുപോലെ ഈ വിശുദ്ധ പരിസരം നമ്മുടെ പ്രത്യാശ നവീകരിക്കുവാനുള്ള കാലമാണ്. നമ്മൾ എന്തുമാത്രമൊക്കെ നിഷേധാത്മക മനോഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊരു പ്രത്യാശയുണ്ട്. പക്ഷേ നവീകരിക്കപ്പെട്ട പ്രത്യാശ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജൂബിലിയിൽ അത് ഈശോയിലേക്ക് യഥാർത്ഥ പ്രത്യാശയായ, യഥാർത്ഥ കവാടമായി ഈശോയിലേക്ക് എത്താനായി സാധിക്കുക. അതിന് 1-2 കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ സൂചിപ്പിക്കുക. 1, ദൈവവചനമാണ് വഴികാട്ടി. ഈശോ എന്ന പ്രത്യാശയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ദൈവവചനം നമ്മെ സഹായിക്കും എന്നാണ് പറയുക. പൗലോസ് അപ്പസ്തോലൻ റോമിലെ ക്രിസ്ത്യാനികൾക്ക് നൽകിയതുപോലെ ദൈവവചനം നമ്മുടെ വഴികാട്ടിയാവട്ടെ. അതായത് ജൂബിലി വർഷത്തിൽ ദൈവവചനത്തോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് മിശിഹ തന്നെയാണ്, ഈശോ തന്നെയാണ്. ആ വചനമാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചത്. അതുകൊണ്ട് പ്രത്യാശയിലേക്ക് വരുവാനുള്ള ഒരു വഴികാട്ടി ദൈവത്തിൻ്റെ വചനമാണ്. 2, സമർപ്പണമാണ്. നമ്മുടെ എല്ലാ ഭയങ്ങളെയും അനിശ്ചിതത്വങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടേതായിട്ട് തന്നെ നമ്മൾ പിടിച്ചു വച്ചുകൊണ്ടിരിക്കാതെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. 3, അന്തിമ ബോധ്യമുണ്ടാവണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്ക് നമുക്ക് ഉറച്ചു വിശ്വസിക്കണം. ഈശോയിലുള്ള നമ്മുടെ പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശരാക്കുകയില്ല, അവിടുന്ന് നമ്മെ കൈവിടുകയില്ല. ഈ ഒരു വാക്കിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ അന്തിമ ബോധ്യം. അതായിരിക്കണം. നമ്മൾ 25 ദിവസത്തെ പഠനവും ധ്യാനവും കഴിയുമ്പോഴും ഈ ജൂബിലിയുടെ ഈ കാലഘട്ടത്തിലും നമ്മൾ രൂപീകരിച്ചെടുക്കേണ്ട അന്തിമ ബോധ്യമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്ക്. അതായത് ഈശോയിലുള്ള നമ്മുടെ പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശരാക്കുകയില്ല, അവിടുന്ന് നമ്മെ കൈവിടുകയുമില്ല. നമുക്ക് ഹൃദയപൂർവ്വം മറ്റുള്ളവർക്ക് നമുക്ക് ആശംസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ആശംസിക്കാം, പരസ്പരം ആശംസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ശക്തി നൽകുന്ന, നമ്മെ നിരാശപ്പെടുത്താത്ത പ്രത്യാശയുടെ ഉറവിടമായ ഈശോയിലേക്ക് നമ്മുടെ ദൃഷ്ടി നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ പ്രത്യാശയാൽ നിറയാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രത്യാശയുടെ കവാടമേ, ഈ വിശുദ്ധ വത്സരത്തിൽ അങ്ങയിലേക്ക് കടന്നു വരാനും
അങ്ങ് ഞങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ലെന്ന് വിശ്വസിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഇപ്പോൾ ഒരു വിചിന്തനം നമ്മൾ നടത്തി. നമുക്ക് പരിചിന്തനത്തിനായിട്ട് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളിന്ന് കണ്ടതുപോലെ നമ്മുടെ ഒരു ദൗത്യവും നവീകരണത്തെക്കുറിച്ചുമാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും നമ്മുടെ പ്രത്യാശയെ, ഒരു നവീകരിക്കപ്പെട്ട പ്രത്യാശ നമ്മൾ സ്വന്തമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ പ്രത്യാശയായ ഈശോയെ ലോകത്തോട് പ്രഘോഷിക്കുക എന്നതാണ് സഭയുടെ ദൗത്യമെന്ന് നമ്മൾ ക്ലാസ്സിൽ കണ്ടു. അങ്ങനെയെങ്കിൽ ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ നിഷേധാത്മകമായ മനോഭാവങ്ങളെ മറികടന്ന് പ്രത്യാശ നവീകരിക്കുന്നതിനുള്ള ഒരു മാർഗമായി ദൈവവചനത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ചോദ്യം ഇതാണ്: ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ നിഷേധാത്മകമായ മനോഭാവങ്ങളെ മറികടന്ന് പ്രത്യാശ നവീകരിക്കുന്നതിനുള്ള ഒരു മാർഗമായി ദൈവവചനത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റിലായിട്ട് ബോക്സിലിടുക, എഴുതിയിടാം. അതുപോലെ തന്നെ വ്യക്തിപരമായി ഈ ചോദ്യം ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുകയും ചെയ്യട്ടെ. നമുക്ക് തുടർന്നും നാളെ കാണാം. ഈശോയുടെ വലിയ സ്നേഹം നമ്മെ ഭരിക്കട്ടെ. ഈശോയാകുന്ന പ്രത്യാശയുടെ കവാടത്തിലൂടെ നമുക്ക് യാത്ര ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ക്രിസ്തുമസിനായിട്ട് ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.